ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ 7 ഡേയ്സ് ഹെയർ കെയർ റുട്ടീൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചലഞ്ചൊക്കെ കഴിഞ്ഞു. ചലഞ്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്ന പാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റുട്ടീൻ സെറ്റ് ചെയ്ത് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സമ്മർ ഹെയർ കെയർ റുട്ടീൻ ആണ്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ കെയർ റുട്ടീൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു ചൂട് സമയത്ത് നിങ്ങളുടെ മുടിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനും മുടിയെ പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്താനും ഈ ഒരു റുട്ടീൻ നന്നായിട്ട് സഹായിക്കും. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ പാക്കുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡേ 1 തൊട്ട് ഡേ 7 വരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടുനോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ റൊട്ടീനൊക്കെ ഞാൻ എഴുതി വെച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതിയെടുക്കാം. ഞാൻ പറയുന്ന പാക്കുകൾ ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ അതിന് റുട്ടീൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാക്ക് ഏതെങ്കിലും സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഹെയർ പാക്കുകളൊക്കെ ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. എപ്പോഴും നമ്മൾ ഡ്രൈ ആയിട്ടുള്ള പാക്കുകൾ മുടിയിലേക്ക് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് പാക്കുകളുണ്ട്, അത് ഓരോ ദിവസവും ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് അത് കംഫർട്ട് ആവുമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. എപ്പോഴും ഞാൻ റുട്ടീൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യമാണ്, ഞാൻ പറയുന്ന പാക്കുകൾ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ പറയുന്ന പാക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ മാത്രം നിങ്ങളത് ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാക്കാണ് പറ്റുന്നതെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഡേ 1 തൊട്ട് ഡേ 7 വരെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞു തരുന്ന പാക്കുകൾ പറ്റുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ലിങ്ക് പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഡേ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡേ 1 നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയും സ്കാൽപ്പൊക്കെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് മുടിയിൽ ഓയിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ ഡേ 1 ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുക. അന്നത്തെ ദിവസം കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകുക. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ മുടിയും സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തുടങ്ങുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന ഓയിൽ തന്നെ തേക്കണം ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിൽ മുടിയിലൊക്കെ നന്നായിട്ട് തേക്കാം. അല്ലെങ്കിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യണമെങ്കിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം. അല്ലെങ്കിൽ ഓയിലിൻ്റെ കൂടെ കാസ്റ്റർ ഓയിൽ ചേർത്തിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വൈറ്റമിൻ ഇ ചേർത്തിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ചുരുക്കി പറഞ്ഞു തരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുക. കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകുക. കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഏത് ഷാമ്പു ആണ് ഏറ്റവും നല്ലത് എന്നുള്ളത്. അങ്ങനെ ഏത് ഷാമ്പു ആണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് പറയാൻ അറിയില്ല. നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു സെലക്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കണ്ടീഷനും കൂടി നിങ്ങൾ ഉപയോഗിക്കുക. നാച്ചുറൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഡേ 1 ചെയ്യേണ്ട കാര്യം. അടുത്തത് ഡേ 2 ആണ്. ഡേ 2 നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ദിവസമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളൊരു റുട്ടീൻ ആയിക്കോട്ടെ ചലഞ്ച് ആയിക്കോട്ടെ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ നമ്മുടെ മുടിയിൽ പാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഹെയർ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യരുത്. മുടിയെ ഫ്രീ ആയിട്ട് വിടുക. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നല്ല ചൂട് സമയമാണ്. അപ്പോൾ സ്കാൽപ്പും മുടിയൊക്കെ നന്നായിട്ട് വിയർക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുടി കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ കുറച്ച് മുടിയിൽ തേച്ചിട്ട് വെറുതെ കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. വേണമെങ്കിൽ കുറച്ച് താളി ഉപയോഗിച്ചിട്ട് മുടി കഴുകുന്നതുകൊണ്ട് അങ്ങനെയൊന്നും കുഴപ്പമില്ല കേട്ടോ. ഹെവി ആയിട്ടുള്ള ഹെയർ പാക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കരുത്. കെമിക്കൽ ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. വെറുതെ വെള്ളത്തിൽ മുടി കഴുകാം, അല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ട് മുടി കഴുകാം. ഇതാണ് നിങ്ങൾ ഡേ 2 ചെയ്യേണ്ട കാര്യം. പിന്നെ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും അത് ഡേ 1 ആയിക്കോട്ടെ ഡേ 2 ആയിക്കോട്ടെ, മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നന്നായിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. അടുത്തത് ഡേ 3 ആണ്. ഡേ 3 നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് മുടി കൊഴിച്ചിലും താരനും കുറയ്ക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ്. ഒരുപാട് പേർക്ക് മുടി കൊഴിച്ചിലും താരൻ്റെയും പ്രശ്നമുണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിലും താരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് പാക്ക് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും അറിയാം. ഉള്ളിയുടെ പാക്കാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ചെറിയുള്ളി ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതൊരു 3 പാക്ക് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആവുന്നത് അന്നത്തെ ദിവസം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഒന്നാമതായിട്ടുള്ളത് ചെറിയുള്ളിയും തൈരും മാത്രം ചേർത്ത് അരച്ചെടുത്ത് അരിച്ച് ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ മുടിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്കാൽപ്പിൽ മാത്രം നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതി. ഇതാണ് ആദ്യത്തെ പാക്ക്. അപ്പോൾ ഈ പാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ മുടി കുറച്ച് ഓയിലി ഫീൽ ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് താളി, നമ്മൾ ചെമ്പരത്തി താളി ഇല്ലേ, ചെമ്പരത്തി താളി ഉപയോഗിച്ചിട്ട് മുടി കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് ഒന്നാമത്തെ പാക്ക്. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള പാക്ക് ചെറിയുള്ളിയും തൈരും പേരയിലയും ചേർത്തിട്ടുള്ള പാക്കാണ് കേട്ടോ. ഇതും ഏറ്റവും നല്ലതാണ് മുടി കൊഴിച്ചിലും താരനും കുറയ്ക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ
പേരയിലേക്ക് പകരം മുരിങ്ങയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മുരിങ്ങയിലയും ചെറിയുള്ളിയും തൈരും ഇത് ചേർത്തിട്ടുള്ള പാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പേരയിലയും മുരിങ്ങയിലയും ഉപയോഗിച്ചിട്ടുള്ള പാക്കില്ലേ, അത് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ താളിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് അതൊരു ഓയിലി ഫീൽ തരില്ല, അത്യാവശ്യം ഡ്രൈനസ് ഉണ്ടാക്കുന്ന പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ താളിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റത്തെ പാക്ക് ഞാൻ പറഞ്ഞില്ലേ, അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താളി ഉപയോഗിച്ച് കഴിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ മൂന്നാമത്തെ ദിവസം ഈ ഒരു 3 പാക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് ആവുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അടുത്തത് ഡേ 4 ആണ്. ഡേ 4 നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കുന്നില്ല. മുടിയെ ഫ്രീ ആയിട്ട് വിടേണ്ട ദിവസമാണ്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. ഹെയർ പാക്കുകളും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്തു കൊടുത്താൽ മതി. ഇനി അടുത്തത് വരുന്നത് ഡേ 5 ആണ്. ഡേ 5 നമുക്കൊരു ചെറിയൊരു പാക്ക് മുടിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഡേ 5 ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള പാക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ ഡ്രൈനസ് ഒക്കെ കുറയ്ക്കാൻ പറ്റിയ, സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാൻ, പിന്നെ നമ്മുടെ മുടിയൊക്കെ പൊട്ടി പോവാതിരിക്കാൻ പറ്റിയ ഒരു പാക്കാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പേർക്കും ഇങ്ങനത്തെ പാക്കാണ് വേണ്ടത്. കാരണം എല്ലാവരുടെയും പ്രശ്നം സ്പ്ലിറ്റൻസും മുടി പൊട്ടിപ്പോകുന്നതുമാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാൻ ഈ പറഞ്ഞു തരുന്ന പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ മുടി പൊട്ടിപ്പോവാതിരിക്കാനും സ്പ്ലിറ്റൻസ് വരാതിരിക്കാനും നന്നായിട്ട് സഹായിക്കും കേട്ടോ. പാക്ക് ഏതാന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ചെമ്പരത്തിപ്പൂവും തേങ്ങാപ്പാലും ഉപയോഗിച്ചിട്ടുള്ള പാക്കാണ്. ഒരു 5-8 ചെമ്പരത്തിപ്പൂ എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുക. തേങ്ങാപ്പാലായിട്ട് ചേർക്കണമെന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തേങ്ങ ചേർക്കാം. ഒരു 4 സ്പൂൺ അളവിലൊക്കെ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അത് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ഡ്രൈനസും പിന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനൊക്കെ അത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെമ്പരത്തിപ്പൂ ഇല്ല എന്നാണെങ്കിൽ ചെമ്പരത്തിപ്പൂവിന് പകരമായിട്ട് നിങ്ങൾക്ക് അലോവേറ ഉപയോഗിക്കാം. വാങ്ങിക്കുന്ന അലോവേറ അല്ല, ഫ്രഷ് ആയിട്ട് അലോവേറ ഉണ്ടെങ്കിൽ ഒരു 2 തണ്ട് അലോവേറയൊക്കെ എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇതുപോലെ തേങ്ങയും ചേർത്തിട്ട് നന്നായിട്ട് അരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഈ 2 പാക്കിൽ ഏത് പാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി അടുത്തത് ഡേ 6 ആണ്. ഡേ 6 എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ മുടിയിൽ ഹെയർ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. ഡെയിലി ഹെയർ വാഷ് ചെയ്തവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ അടുത്തത് വരുന്നത് ഡേ 7 ആണ്. നമുക്ക് ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു പാക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ പാക്കാണ്. ഞാൻ എപ്പോഴും പറയലുണ്ട്, ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ മുടിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പാക്കുകൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ അന്നത്തെ ദിവസം പ്രോട്ടീൻ പാക്കുകൾ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഏത് പാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ കെരാറ്റിൻ പാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പാക്കുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ പാക്കുകൾ സെലക്ട് ചെയ്യാൻ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. കാരണം നമ്മുടെ മുടിയുടെ ടെക്സ്ചർ ഒന്ന് മാറ്റിയെടുക്കാനും മുടി വളരാനൊക്കെ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ കെരാറ്റിൻ പാക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ പ്രോട്ടീൻ പാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുട്ട മാത്രം ഉപയോഗിച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള പാക്കുകളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. 2-3 പാക്കിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആവുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ റുട്ടീൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരികയാണ്, അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് കിടക്കണം, അതിൻ്റെ തലേദിവസം ചെയ്യാൻ പറ്റിയ പാക്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കെരാറ്റിൻ പാക്ക്, പിന്നെ നമ്മൾ ഉഴുന്ന് ഉപയോഗിച്ചിട്ടുള്ള പാക്കൊക്കെ നമ്മൾ ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്ന പാക്ക് എന്നിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഒരു ദിവസം പാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകണം, പുറത്തേക്ക് പോകണം, അപ്പോൾ മുടിയൊക്കെ നന്നായി ഭംഗിയായിട്ട് കിടക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാക്കൊക്കെ സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മുടെ റുട്ടീൻ ഫോളോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ നിങ്ങൾ നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യുന്നവരാണ്, ഹെന്ന ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ആ ഒരു ദിവസം നിങ്ങൾക്ക് മാറ്റി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു ദിവസം പാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡേ 7 വരെയുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നു. പിന്നെ ഡേ 8 എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണ് വെറുതെ വെള്ളത്തിലൊന്ന് മുടി കഴുകാം. മുടി കഴുകാത്തവരാണ് അന്നത്തെ ദിവസം മുടി കഴുകേണ്ട ആവശ്യമില്ല. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഡേ 9ാമത്തെ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ഡേ 1 തൊട്ട് ഡേ 7 വരെയാണല്ലോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ 9ാമത്തെ ദിവസം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡേ 1 എന്താണോ ചെയ്തത് അതാണ് നിങ്ങൾ ഡേ 9ാമത്തെ ദിവസം നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുക, ഷാമ്പൂ ഹെയർ വാഷ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കെമിക്കൽ ഷാമ്പൂ ആഴ്ചയിൽ ഒരു തവണ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതും അങ്ങനെ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഡെയിലി ഒക്കെ കെമിക്കൽ ഷാമ്പൂ നമ്മുടെ മുടിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മുടിയെ നമുക്ക് നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം, ഞാൻ ഈ പറഞ്ഞ ദിവസം മാത്രമേ നിങ്ങൾ കെമിക്കൽ ഷാമ്പൂ മുടിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു പറഞ്ഞ ഹെയർ പാക്കുകൾ പറ്റുന്നവർ ചെയ്യുക. ഇപ്പോൾ റുട്ടീനാണ്, ഇത് തന്നെ ഫോളോ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം ഇപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റിയില്ല, അന്നത്തെ ദിവസം വെറുതെ വിടാം, നമുക്ക് വെറുതെ വെള്ളത്തിൽ മുടി കഴുകണേ അങ്ങനെ കഴിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഇന്ന ദിവസം ഇന്ന പാക്ക് ചെയ്യണം അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഹെയർ കെയർ റുട്ടീൻ സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ ഒരു ഓർഡർ നോക്കിയിട്ട് മാത്രം നിങ്ങൾ പാക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പാക്കുകളൊക്കെ ചെയ്യാൻ സമയമില്ലാത്തവരൊക്കെയാണ്, അപ്പോൾ നമ്മുടെ ഈ റുട്ടീൻ ഒന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ
പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്തിട്ട് നന്നായിട്ട് ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ഓയിൽ മുടിയിൽ തേച്ചിട്ട് നമ്മുടെ ചെമ്പരത്തിത്താളി എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് മുടി കഴുകുക. ചെമ്പരത്തിത്താളി ഒരു പാക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ കഴുകാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു തന്ന പാക്കുകളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ താരനുണ്ട്, മുടി കൊഴിച്ചിലുണ്ട്, സ്പ്ലിറ്റൻസ് ഉണ്ട്, മുടി പൊട്ടി പോകുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തന്ന പാക്കുകൾ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ പാക്കുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാക്ക് മുടിക്ക് ചേരാതെ വരികയാണെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാക്ക് സ്യൂട്ട് ആവുമെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനിപ്പോൾ 7 ദിവസത്തെ റുട്ടീൻ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വ്യക്തമായി കാണുന്ന അറിയില്ല, ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ പറഞ്ഞു തന്ന പാക്കുകൾ ഓർഡറിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതിനകത്ത് അതിൻ്റെ പാക്കുകൾ തയ്യാറാക്കേണ്ടതൊക്കെ ആയിട്ടുള്ള പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ലിങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ കുറേ പേര് ഫുഡിൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ചലഞ്ച് തുടങ്ങിയ സമയത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ചെയ്യാട്ടോ. ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡിൻ്റെ വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു റുട്ടീൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റുന്നത് പോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.